ഞങ്ങൾ ഇന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ലീവിന് നാട്ടിലേക്ക് വരുന്ന ടൈമിൽ ആഗ്രയും മധുരയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മധുരയിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏർലി മോർണിംഗ് മധുരയിലെത്തി. അവിടെ നിന്ന് ഫ്രഷായി നേരെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ബസ്സിനായിരുന്നു മധുരയിൽ നിന്ന് ആഗ്ര വരെ വന്നിട്ടുണ്ടായിരുന്നത്. ബസ് ഇറങ്ങിയ ശേഷം ഒരു ഓട്ടോ പിടിച്ച് നേരെ പോയി. പിന്നെ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയ ടൈമിൽ കുറേ ഗൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗൈഡിനെ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. അനിയേട്ടൻ മുന്നേ ഒരു തവണ താജ്മഹൽ കണ്ടിട്ടുള്ളതാണ്. ആ ടൈമിൽ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന പോലെ ഒന്നല്ല, ശരിക്കും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്, എപ്പോഴെങ്കിലും നിന്നെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ചെറുപ്പം മുതലേ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു പഠിച്ച ലോകാത്ഭുതങ്ങളിലൊന്ന്. കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെരുപ്പിട്ടിട്ട് അങ്ങനെ ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ല. ഷൂ കവറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബറൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. അങ്ങനെ ആഗ്ര ഫോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് താജ്മഹലിലേക്ക് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ഉണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ.